ഫോൺ ജസ്റ്റ് ഒന്ന് താഴെ വീണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡേമൽ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഒരു 10 ആയിട്ടുണ്ടാവും. അപ്പം തലയിൽ കുറച്ച് പെയിൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെയിൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് അത് പെയിൻ ചെയ്യാം. സൗണ്ട് കേട്ടോ ഗായ്സ്, പെയിൻ ഉണ്ട്, അത് പോയിട്ടുന്നില്ല. അതിനുശേഷം ഇച്ചിരി അലക്കാനുണ്ടായിരുന്നു. ഇപ്പം ഇനി നമ്മൾ അലക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിനി അലക്കാൻ പോവാം ഗൈസ്. അപ്പം അലക്കെല്ലാം കഴിഞ്ഞു. അവിടെ കൊണ്ട് വിരിച്ചിടണം. ഇതെല്ലാം കുത്തി കയറി അടുക്കി വെക്കാനുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് ഒറ്റക്കാവെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ആ ജോലി സ്കിപ്പ് ചെയ്ത് ഇനി ചേട്ടനങ്ങ് വന്നിട്ട് രണ്ടാളും കൂടെ ഒന്നിച്ച് പണിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അലക്കെല്ലാം കഴിഞ്ഞ് ഇനി ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ നേരം ഇത് ഇടിയിരിക്കട്ടെ. അപ്പോൾ ആ സമയത്തുകൊണ്ട് എനിക്ക് ഇച്ചിരി പഠിക്കാനുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ പറഞ്ഞു കുറച്ച് മുളക് വറുത്ത് വെക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടാട്ട മുളക്. എന്നാണെന്ന് അറിയാം, ചോറിന് കൊടുത്തുന്ന വാവ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കൊണ്ടാട്ട മുളക് വറുക്കാം. മുളക് വറുത്തതിൻ്റെ അമ്മ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറേ വൃത്തിയാക്കാറുണ്ടേ, വൃത്തിയാക്കട്ടെ. അമ്മ എപ്പോഴും കുപ്പിയിൽ വെള്ളം നിൽക്കുക. അമ്മ മിനിറ്റിന് പണിയൊന്നും എടുക്കുക കേട്ടോ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് ഓർത്തിട്ട് അമ്മ എന്തെങ്കിലും പണിയെടുപ്പിക്കുന്നത്. ഇത് നമ്മൾ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് വന്ന നല്ല വെള്ളമാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലിങ്ങനെ വെള്ളം കോരാൻ വേണ്ടി പോകും. അപ്പം നമുക്ക് കുപ്പിയിൽ നിറച്ച് കൊടുക്കാം. മേലെ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് കുറേ ചപ്പൊക്കെ ഇങ്ങനെ വന്ന് നിലത്തിങ്ങനെ അടിയും. അതാണ് ഒരുപാട് ചപ്പ് കാണുന്നത്. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് അയ്യോ ഇനി നമുക്ക് ബുക്ക് വായിക്കണം. ഇനി റൂം ക്ലീൻ ചെയ്യാനുണ്ട്. എനിക്ക് ചിപ്സ് കൊണ്ടുവരണം വരുമ്പോൾ. അമ്മ തയ്ക്കാൻ പോവാണ്. പിന്നെ അമ്മ പോയി. അപ്പോൾ പിന്നെ ഞാൻ റൂമെല്ലാം ലോക്ക് ചെയ്തിടും. ഗേൾസ് മസ്റ്റ് എല്ലാം ലോക്ക് ചെയ്തിടണം. ഇവിടെ അടിച്ചു വാരി ഇനി അമ്മേൻ്റെ റൂമിൽ തയ്ച്ച കുറേ തുണിയുണ്ട്. തയ്ച്ച ഭാഗം ഇതൊക്കെ ഇനി വൃത്തിയാക്കട്ടെ. റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഷൂന്ന് കാണിച്ചു തരാം. ഇത് വൃത്തിയാക്കാറുണ്ട്. മൊത്തമായിട്ട് കാണിക്കുന്നത് നിങ്ങൾ എന്നെ എന്തെങ്കിലും പറയും. ഞാൻ അപ്പോൾ ചട്ടപ്പടയിൽ നോക്കിയത് വൃത്തിയാക്കണം. ടോപ്പ്, പുതപ്പ്, അങ്ങനത്തെ സാധനങ്ങളുടെ ഓരോ സെക്ഷനായിട്ട്. പിന്നെ ബുക്ക്, ഇതിനകത്തുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റപ്പ് ആക്കി വെക്കാം. ഇത് പ്രത്യേകിച്ച് വൃത്തിയാക്കുന്നൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് അത്ര സ്പേസും ഉണ്ട്. എന്തൊക്കെയോ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞു. ഇവിടെ ഇങ്ങനൊരു കോട്ടയുണ്ട്. സോറി, ഒരു ബാഗിനകത്ത് ഇങ്ങനെ കയറ്റി വെക്കും. ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചതായിരുന്നു. വീണ്ടും ഇങ്ങനെ അലങ്കോലമായി. നല്ല ടോപ്പളി ഇതിവിടെ ഇറക്കി വെക്കാം.
എന്നിട്ട് ഇത് കട്ടിനടിയിലേക്ക് കയറ്റി വെക്കാം. ഓക്കെ, കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഹെയർ പാക്ക് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നല്ല വിശപ്പുണ്ട്. അപ്പം ചോറുന്നാന്ന് വിചാരിക്കുന്നു. ചോറിന് വേണ്ടിയിട്ട് ഞാനൊരു മുളക് ചമ്മന്തി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കല്ലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് കല്ലിലേക്ക് കുറച്ച് എനിക്ക് മാത്രം മതി. ഇപ്പം പച്ചമുളകും ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നമ്മൾ കല്ല് ഇങ്ങനെ ചതക്കുകയാണ് ചെയ്യുന്നത്. ചമ്മന്തി ആയിട്ടുണ്ട്. ഇതിനകത്ത് വിനാഗിരി ഒഴിച്ചാൽ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നലത്തെ പുഴമീനുണ്ട്. നമുക്കിതിൻ്റെ ചാറും ഒരു കഷ്ണം എടുക്കാം. കൊണ്ടാട്ട മുളക് ചമ്മന്തി അരച്ചതും ഇന്നലത്തെ മീൻകറി മീൻ പൊരിച്ചതും കൂടി ചോറുന്ന പോവുകയാണ്. അപ്പോൾ ചോറുന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. മുളക് ചമ്മന്തിയിൽ വിനാഗിരി ഒഴിക്കാൻ പാടില്ല. വലിയ ടേസ്റ്റില്ല. വെളിച്ചെണ്ണ ഒഴിച്ചാലേ ടേസ്റ്റുള്ള കേട്ടോ. കുഴപ്പമില്ല. ചോറൊന്നെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളം കുടിച്ച് റെസ്റ്റ് എടുക്കണം. നല്ല വെയിലുണ്ട്. കത്തുന്ന വെയിലാണ്. അങ്ങനെയല്ല, കുഴപ്പമില്ല നല്ല വെയിലുണ്ട്. മറ്റേ ഹെയർ പാക്കിന് വേണ്ട കറ്റാർവാഴ പറിക്കാം. ഇത് പറിക്കണം, വേറെ പറിക്കാം അല്ലേ. എൻ്റെ അമ്മേ, അടക്ക കൊണ്ട് വെയിലത്ത് വെക്കട്ടെ. വർഷൻ്റെ ഒരു ചെറിയ ഇതെടുക്കാം നമുക്ക്. കുറച്ച് മതി. ഓക്കെ. ഉലുവേൻ്റെ വെള്ളം മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറ്റാർവാഴയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്കിതിന് തേച്ച് കൊടുക്കാം തലയിൽ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കേട്ടിട്ടുണ്ട്. ഇതൊന്ന് പിടിക്കുന്ന വരെ കുറച്ച് എഴുതാനുണ്ട്. തലയിൽ അതൊന്ന് സെറ്റപ്പ് ആകുന്ന വരെ കുറച്ച് എഴുതാനുണ്ട്. അത് എഴുതിയിട്ട് തരാം. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്തെല്ലോ ഇച്ചിരി പണിയുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ചെയ്യാം. കഴുകി ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചുള്ളൂ. അധികം തന്നെ വെച്ചില്ല. തലയൊക്കെ കഴുകി പിന്നെ എഴുത്തെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ സിനിമ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്നു. അപ്പോൾ കുഞ്ഞിനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നൊരു ശീലമുണ്ട്. 4 മണിയെല്ലായപ്പോൾ ഞാൻ വീണ്ടും ഒരു കട്ടനിട്ട് കുടിച്ചു. പിന്നെ അമ്മ 5 മണിക്കാണ് വന്നത്. അപ്പോഴും ഞാൻ ചായ ഇട്ട് കുടിച്ചു. ചായ കുടി തന്നെ മെയിൻ പരിപാടി. തീറ്റ. അതിനുശേഷം മുറ്റമടിച്ച് വരാൻ വേണ്ടി പോയി. വരുമ്പോഴത്തേക്കും കഞ്ഞിക്ക് വെള്ളമൊന്ന് വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി സെറ്റപ്പാക്കാം. നമുക്കൊന്ന് ഇച്ചിരി വിറക് പൊട്ടിക്കണം. അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് ഗായ്സ് ഇതൊന്ന് കത്തിപ്പിടിക്കാൻ എങ്ങനെയോ ഒന്ന് കത്തിച്ച് അവസാനം
അടുപ്പിൽ തീ പിടിക്കാൻ എന്തൊരു കഷ്ടപ്പെടാൻ പറയുമോ. ഇനി അടുപ്പിൽ വെള്ളം എടുത്ത് വെക്കാം. അമ്മ വന്ന് ചായ കുടിക്കണം. അമ്മ 2 കേക്ക് മേടിച്ചു. ഒരു കേക്കല്ല, ഉണ്ടക്കായാണ് തോന്നുന്നു. പിന്നെ പാല്, മീൻ മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ വരെ കിട്ട് ചക്ര. ഓ എനിക്ക് ഹോർലിക്സ് കൊണ്ടുവന്നേ. ഇതാരെ പൊട്ടിച്ച് തിന്ന്. പൊട്ടിച്ചല്ല, അപ്പോൾ പറിക്കുമ്പോൾ പൊട്ടിപ്പോയത് മോളെ. ഓ ഗോഡ് എന്ന് പറഞ്ഞു. ഇനി ഞാനും അമ്മയും കൂടെ വിറകെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി വിളക്ക് എത്തിക്കാനുണ്ട്. വിളക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഒരു 7:30-8 മണിയാകുമ്പോൾ ചോറ് തന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം LGSൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഓക്കെ, ബൈ ഗൈസ്.